ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കറി. അതിനായി ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി എന്നത് ചെറുതായി അരിഞ്ഞേക്കുക. അതിനുശേഷം മുട്ട പുഴുങ്ങിയതും ചെറുതായി അരിഞ്ഞ തക്കാളിയും വേണം. പിന്നെ ഒരു പാൻ ചൂടാക്കി അതിൽ എണ്ണ എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് മുഴുവൻ സ്ഥലത്ത് എത്തിക്കണം. എണ്ണ ചൂടായ അതിൽ കടുക് ഇട്ടിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിയാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് കളർ മാറി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് വഴറ്റിയെടുക്കണം. അങ്ങനെ നല്ല ഫ്ലേവർ വരും. പച്ചമുളക് മൂത്ത് കഴിയുമ്പോൾ മുറിച്ച് വെച്ച സവാള ഇട്ട് നല്ലപോലെ ഇളക്കണം. സവാളയുടെ കളർ പിങ്ക് നിറമാവുന്നത് വരെ ഇളക്കി റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഉള്ളി റോസ്റ്റായി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിയിൽ പിന്നീട് ഉപ്പിടേണ്ട ആവശ്യമുണ്ടാവില്ല. സവാള നല്ല റോസ്റ്റായി കഴിഞ്ഞാൽ അതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി ഇട്ട് നന്നായി ഇളക്കണം. ഇതായി വരുന്ന സമയത്ത് മുട്ടയ്ക്ക് വരയിട്ട് വെച്ച് കൊടുക്കാം. പിന്നീട് സവാള തക്കാളിയിലേക്ക് ആവശ്യാനുസരണം മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കണം. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായി മിക്സായി ഓയിൽ വിടുന്നത് വരെ റോസ്റ്റ് ചെയ്യണം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. മസാലകൾ നല്ലോണം റോസ്റ്റായി കഴിഞ്ഞ ശേഷം അല്പം കസ്കസ് ഇട്ട് നല്ലോണം റോസ്റ്റ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം. മസാല നല്ല റോസ്റ്റായി കളറ് മാറിയാൽ അല്പാൽപമായി ചൂടുവെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കണം. കുറേശ്ശെയായി ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്യുന്നതോടുകൂടി ഗ്രേവി പരുവത്തിലായി അധികം വെള്ളമില്ലാതെ കറിയായി കിട്ടും. ഇതിലേക്ക് മുറിച്ച് വെച്ച പുഴുങ്ങിയ മുട്ട ഇട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. പിന്നെ ആവശ്യാനുസരണം കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അവസാനം കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം ചെറുതായി ഒന്ന് ചൂടാക്കി അടച്ചു വയ്ക്കുക. എന്നിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക.